കൺഗ്രാജുലേഷൻസ് ചെയ്തു. പറഞ്ഞു നിങ്ങൾ പ്രവർത്തിച്ചു. ഒരു സ്പിരിറ്റിന് വേണ്ടി ഞാൻ പറഞ്ഞതാണ് എന്നെ അന്തസ്സോടെ യാത്ര അയക്കണമെന്ന്. അക്ഷരാർത്ഥത്തിൽ തന്നെ നിങ്ങളത് നിർവഹിച്ചു. നിങ്ങളെക്കുറിച്ച് ഏറ്റവും നല്ല റിമാർക്സ് നിങ്ങളുടെ സർവീസ് റെക്കോർഡ്സിൽ എഴുതാൻ ഞാൻ മറക്കില്ല. വൺസ് അഗെയിൻ ഐ കൺഗ്രാജുലേറ്റ് യു. What happened to Mr. Sethu? Something wrong? I am sorry, sir. അന്തസ്സോടെ സാറിന് യാത്ര അയക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ കിട്ടിയിട്ടുള്ള എവിഡൻസ് വെച്ച് നോക്കുമ്പോൾ ബാബു ആണ് അശ്വതിയെ കൊന്ന് കെട്ടിത്തൂക്കിയെന്ന് തെളിയിക്കാൻ സാധ്യമല്ല. വാട്ട് ഡു യു മീൻ? സേതു എന്താണ് ഈ പറയുന്നത്? കൊന്നവനെ കിട്ടി, കാശ് കൊടുത്ത് കൊല്ലിച്ചവനും കിട്ടി. അതിനുള്ള മറ്റു തെളിവുകളുണ്ട്. ഇനി എന്ത് തെളിവാണ് വേണ്ടത് സേതു? ബാബു മുറിയിൽ കയറിയപ്പോൾ കണ്ടത് കെട്ടിത്തൂങ്ങി കിടക്കുന്ന അശ്വതിയാണ്. അവൻ പറഞ്ഞു നിങ്ങൾ വിശ്വസിച്ചോ? ഏത് കുറ്റവാളിയുണ്ട് സേതു ഈ ലോകത്ത് ചോദിച്ചുകൊണ്ട് കുറ്റം സംഭവിക്കുന്നതായിട്ട്? ബാബു നിങ്ങളുടെ കാൽ വീണ് കരഞ്ഞു പറഞ്ഞോ അവൻ കൊന്നില്ലെന്ന്? അതോ വിശ്വത്തിന്റെ ഗ്ലാമറിലും പ്രതാപത്തും നിങ്ങൾ മയങ്ങി വീണോ? സാർ, സേതുരാമയ്യർ ഈസ് നോട്ട് ദാറ്റ് ചീപ്പ്. എനിക്ക് പറയാനുള്ളത് മുഴുവൻ കേട്ടിട്ട് സാർ തീരുമാനിക്കും. സാറിന്റെ സബോർഡിനേറ്റ് വിശ്വത്തിന്റെ ഗ്ലാമറിലും പ്രതാപത്തിലും മയങ്ങിപ്പോയെന്ന്. ബാബു പറഞ്ഞത് ഒരു തരുമ്പും ഞാൻ വിശ്വസിച്ചിട്ടില്ല. അവനത് ചെയ്യില്ല എന്ന് വിശ്വസിക്കാൻ എനിക്ക് എന്റേതായ കാരണങ്ങളുണ്ട്. സാറിനറിയാമോ, അശ്വതി മരിച്ച ദിവസം അവളുടെ പെട്ടിയിൽ അവളുടെ ആഭരണങ്ങൾ കൂടാതെ 50,000-ലേറെ രൂപയുണ്ടായിരുന്നു. കൂടാതെ അവളുടെ ദേഹത്വ ആഭരണങ്ങൾ ഉണ്ടായിരുന്നു. ഇതൊന്നും കളവ് പോയിട്ടില്ല. ബാബു ഒരു പ്രൊഫഷണൽ ക്രിമിനലാണ്, കള്ളനാണ്. പണത്തിന് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്തവനാണ്. അശ്വതിയെ കൊല്ലാമെന്നേറ്റതും പണത്തിന് വേണ്ടി തന്നെയാണ്. കുറ്റവാളികളുമായി ഞാൻ ഇടപെടാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി. അതുകൊണ്ട് തന്നെ അവരുടെ മനഃശാസ്ത്രം എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ബാബു അവളെ കൊന്ന് കെട്ടിത്തൂക്കിയിരുന്നെങ്കിൽ ആ മുറി അരിച്ചു പെറുക്കാതെ അവനോടൊന്ന് പോവില്ല. ബാബു മുറിക്കാത്ത കാര്യപ്പോൾ അവളുടെ ശവം കണ്ടെന്നല്ലേ പറഞ്ഞത്? അതെ. അപ്പോഴും നിങ്ങൾ പറഞ്ഞത് സംഭവിക്കാമല്ലോ. എന്നിട്ടെന്താ ബാബു ഒന്ന് മോഷ്ടിക്കാഞ്ഞത്? ദാറ്റ് വാസ് എ ഡിഫറന്റ് സിറ്റുവേഷൻ. അവൻ അകത്ത് കയറിയത് അശ്വതിയെ കൊല്ലാൻ, കണ്ടത് അവളുടെ ശവവും. ആ അൺഎക്സ്പെക്ടഡ് ഷോക്കിൽ അവൻ ആകെ അപ്സെറ്റ് ആയി കാണും. എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതിയെന്ന് കരുതി ഓടി ഒളിച്ചു കാണും. രണ്ട് സിറ്റുവേഷനും തമ്മിൽ വ്യത്യാസമുണ്ട് സർ. അതുപോലെ മറ്റൊരാളുടെ സഹായം കൂടാതെ ഒരാൾക്ക് ഒറ്റയ്ക്ക് അശ്വതിയെ കൊന്ന് കെട്ടിത്തൂക്കാനാവില്ല. അയാൾക്കൊരു സഹായം ഉണ്ടായിരുന്നെങ്കിൽ? ഉള്ള കാര്യം നമുക്കറിയില്ലല്ലോ, അതിന് തെളിവുമില്ല. അപ്പൊ ആളെ കിട്ടില്ലെങ്കിൽ ഈ കേസ് തെളിയില്ലേ? ദാറ്റ് ഐ ഡോണ്ട് നോ. സർ, വളരെ സത്യസന്ധമായിട്ട് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഒരല്പ അന്തസ്സിന് വേണ്ടി നമ്മൾ ഇത്ര ധൃതി വെക്കണോ? അതോ പൂർണ്ണമായ തെളിവ് ലഭിക്കുന്നവരെ വെയിറ്റ് ചെയ്യണോ? മതി സേതു, യു ടേക്ക് യുവർ ഓൺ ടൈം. അന്ന് മദ്രാസിൽ നിന്ന് കൊണ്ടുവന്ന പ്രോപ്പർട്ടീസ് ഒക്കെ ഇവിടെ ഉണ്ടോ? ഇവിടെ ഉണ്ട് സർ. വിക്രം സർ. അശ്വതിയുടെ ആൽബം ഒക്കെ നോക്കിയോ? നോക്കി സർ. എന്നിട്ട് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചോ? ഇല്ല. ഈ ആൽബത്തിലൊന്നും അവർ സാരി ഉടുത്ത ഒരൊറ്റ ഫോട്ടോഗ്രാഫ് പോലുമില്ല. വിക്രം, ആ ആൽബം എടുത്ത്. ഈ പെട്ടിയിലും സാരി ഒന്നും കാണുന്നില്ലല്ലോ. ഇതാരാണെന്നറിയാമോ? അശ്വതിയുടെ ആയയാണ് സർ. അവരിവിടെ തന്നെ ഉണ്ടല്ലോ. ഉണ്ട് സർ. സാറ് പറഞ്ഞ അനുസരിച്ച് ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട ആരും നമ്മളോട് പറയാതെ സ്ഥലം വിടരുതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഗുഡ്. അവരെ പോയി വേഗം കൂട്ടിക്കൊണ്ടോ. ഹലോ. അതെ. ആ, DIG ആണോ? ഗുഡ് ആഫ്റ്റർനൂൺ. എന്താണ് സാർ? പ്രൊഡ്യൂസർ തോമസിനെ കിട്ടിയിരുന്നു. ഓ, കിട്ടിയോ? ഇപ്പൊ എവിടെയാണ് സാർ? കോട്ടയത്ത് കസ്റ്റഡിയിലുണ്ട്. ഓഹോ, അയാളെ രാവിലെ ഒന്ന് ഇവിടെ എത്തിച്ച് കിട്ടിയ തിരക്കേടില്ല സാർ. യു സെൻഡ് സംബഡി. ഓ, താങ്ക് യു സാർ. എത്ര വർഷമായി നിങ്ങൾ അശ്വതിയുടെ ആയയായിട്ട്? 3 വർഷം കഴിഞ്ഞു. അശ്വതിക്ക് സ്വന്തക്കാരെ ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടോ? അമ്മ ഉണ്ടായിരുന്നു. അവർ 5-6 വർഷം മുമ്പ് മരിച്ചു. ഏതുതരം വസ്ത്രങ്ങളാണ് അശ്വതി സാധാരണ ഉപയോഗിക്കാറ്? മോഡേൺ വസ്ത്രങ്ങളാണ് അശ്വതിക്ക് ഇഷ്ടം. സാരി ഉപയോഗിക്കാറില്ലേ? ഇല്ല. ഉപയോഗിക്കാറേ ഇല്ല.
സിനിമയിൽ ഉപയോഗിക്കും, അല്ലാതെ സാരി ഉടുത്ത് കണ്ടിട്ടേ ഇല്ല. ഇത് അശ്വതിയുടെ സാരിയാണോ? അല്ല. പിന്നെ അവരെങ്ങനെ ഇതിൽ കെട്ടിത്തൂങ്ങി? എനിക്കറിഞ്ഞൂടാ സാർ. ഇനി സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി കമ്പനിക്കാർ കൊടുത്ത സാരിയാണോ ഇത്? അല്ല സാർ, അശ്വതി അവസാനമായി അഭിനയിച്ചുകൊണ്ടിരുന്ന സിനിമയിൽ മുഴുവൻ മോഡേൺ ഡ്രസ്സുകളാണ്. സാരി ഉടുത്ത സീനെ അതിലില്ല. ഇറ്റ്സ് എ ന്യൂ സാരി. ലേബൽ മുഴുവൻ കീറി പോയിട്ടില്ല. ഈ സാരി അശ്വതിയുടെ മുറിയിൽ എങ്ങനെ വന്നു? ഇനി കൊന്നയാൾ അശ്വതി സാരി ഉടുക്കില്ല എന്നറിഞ്ഞ് കയ്യിൽ കൂടെ കൊണ്ടുവന്നതാണോ? അതോ കൊന്നതിന് ശേഷം മുറിയിൽ സാരി ഇല്ല എന്നറിഞ്ഞ് പുറത്തുനിന്ന് വാങ്ങിയതാണോ? അതെങ്ങനെയാ സാർ? അശ്വതി മരിച്ചത് രാത്രി 9 മണിക്ക് ശേഷമാ. ആ സമയത്ത് തുണി. താങ്ക് യു സാർ. എനിവേ, ഈ സാരി അശ്വതിയുടേതല്ലാത്ത സ്ഥിതിക്ക് പുറത്തു നിന്ന് വാങ്ങിയതാണെന്നത് തീർച്ച. അങ്ങനെയാണെങ്കിൽ എവിടെ നിന്ന് വാങ്ങി, ആര് വാങ്ങി, എപ്പോൾ വാങ്ങി, അത് കണ്ടുപിടിക്കണം. വളരെ ബുദ്ധിമുട്ടേണ്ടി വരുമെന്നറിയാം, എങ്കിലും കണ്ടുപിടിച്ചേ മതിയാകൂ. വിക്രം. സർ, ഈ സാരി ഇവിടുന്ന് വാങ്ങിയതല്ല സാർ. ഇത് വളരെ ചീപ്പ് ക്വാളിറ്റിയാണ്. ഇങ്ങനെയുള്ള സാധനങ്ങൾ ഞാൻ ഈ കടയിൽ വാങ്ങി വെക്കാറില്ല. രാത്രി 9 മണിക്ക് ശേഷം തുറന്നിരിക്കുന്ന ഏതെങ്കിലും തുണിക്കട ഇവിടെ ഉണ്ടോ? 9 മണിക്ക് ശേഷമോ? ഇല്ല സാർ, എല്ലാ കടയും 8:30 മണിക്ക് ശേഷം അടയ്ക്കും. എന്നാ പറട്ടെ. ആ സാർ, ആ ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിനകത്തൊരു കടയുണ്ട്, അത് 9 മണിക്ക് ശേഷം തുറന്നിരിക്കും. എവിടെന്നാ സാരി വാങ്ങിച്ചത്? ബസ് സ്റ്റാൻഡിനകത്തുള്ള കടയിൽ നിന്ന്. ഉറപ്പാണോ? കടക്കാരൻ സമ്മതിച്ചു സാർ. ഇതാണ് സാർ. ഹലോ, ഈ സാരി വാങ്ങിയ ആളാരാണെന്ന് അറിയാമോ? അതറിയില്ല സാർ. ആളിന്റെ മുഖം ഓർമ്മയുണ്ടോ? കണ്ടാ തിരിച്ചറിയാൻ പറ്റുമോ? കണ്ടാ തിരിച്ചറിയാം. എത്ര മണിക്കാണ് ഇത് വാങ്ങിയത്? ഒരു 9 വരെ കാണും. നിങ്ങൾ ഇവിടെ തന്നെ കാണുമല്ലോ എപ്പോഴും? ഞാനിവിടെ തന്നെ കാണും സാർ. ഇപ്പോ ഒരു കാര്യം വ്യക്തമായി. സാരി പിന്നീടാണ് വാങ്ങിയിരിക്കുന്നത്. പിന്നീടെന്ന് പറഞ്ഞ മരിച്ചതിന് ശേഷം. നാളെ തന്നെ ഒരു ഐഡന്റിഫിക്കേഷൻ പരേഡിനുള്ള ഏർപ്പാട് ചെയ്യണം. സർ. നമ്മൾ സംശയിക്കുന്ന എല്ലാവരെയും അതിൽ ഉൾപ്പെടുത്തണം. സർ. ആ നിൽക്കുന്ന കൂട്ടത്തിൽ സാരി വാങ്ങിയ ആളുണ്ടോ നോക്കണം. തിരിച്ചറിഞ്ഞാൽ നേരെ വന്ന് എന്നോട് പറഞ്ഞാൽ മതി. അല്ലാതെ അയാളോട് ചോദിക്കാനോ സംസാരിക്കാനോ ഒന്നും പോരുത്. പറഞ്ഞൊക്കെ മനസ്സിലായല്ലോ? മനസ്സിലായി സാർ. പോയിക്കോളൂ.
ഈ കൂട്ടത്തിൽ എന്റെ കടയിൽ നിന്ന് സാരി വാങ്ങിയ ആളില്ല സാർ. തീർച്ചയാണോ? അതെ.